എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ വിഷുഫലം 2026 വിഷുഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വിഷുഫലമാണ്. ഉത്രട്ടാതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേയൊക്കെ പുരോഗതി ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷുവർഷം. പ്രതീക്ഷിക്കാത്ത ചില ധനവരവ് വരുന്ന ഒരു കാലയളവാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ്. രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷുവർഷം. ഏറെ നാളുകളായി വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് എങ്കിലും വിവാഹത്തിന് തടസ്സം നേരിടുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷുവർഷം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്ന ഒരു വർഷമാണ്. ശത്രുദോഷം കൊണ്ട് നിരവധി മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ 2026 വിഷുവർഷം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഏത് ബിസിനസ് തുടങ്ങുവാനും പറ്റിയ സമയമാണ്. പൊതുവെ പറയുകയാണെങ്കിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമായ ഒരു വർഷമല്ല ഈ 2026 വിഷുവർഷം. ദോഷപരിഹാരാർത്ഥം ഉത്രട്ടാതി നക്ഷത്രക്കാർ ശിവഭഗവാന്റെ ഒരു മന്ത്രം രാവിലെയും വൈകുന്നേരവും നിത്യവും ജപിക്കുക. ഓം ശ്രീ ശിവായ മഹാരുദ്രായ നമഃ എന്ന മന്ത്രം നിത്യവും ജപിക്കുക. അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാന്റെ ശ്രീപത്മ സ്വാമി ഭാവം മനസ്സിൽ വിചാരിച്ച് നല്ലവണ്ണം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നരസിംഹമൂർത്തിയെയും നല്ലവണ്ണം പ്രാർത്ഥിക്കുക. അതുപോലെ സരസ്വതി ദേവിയെ നല്ലവണ്ണം ഭജിക്കുക. ഇങ്ങനെ ഈ ദേവതകളെയെല്ലാം ഭജിച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോവുകയാണ് എങ്കിൽ ഈ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഈ ദോഷങ്ങളെല്ലാം മാറി നല്ല ഒരു കാലയളവായി തീരും. അതോടൊപ്പം തന്നെ ഗണപതി ഭഗവാന് ഒരു മാസത്തിലൊരിക്കൽ 7 നാളികേരം ഉടയ്ക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. എല്ലാ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും ഈ 2026 വിഷുവർഷം വളരെ അനുകൂലമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.